അമട്ടെ. ബെന്നിയെ, നീ എന്താണ് ഈ പുഴയിലേക്ക് നോക്കി നിൽക്കുന്നേ? ചാടാനുള്ള വല്ല പരിപാടിയാണോ? അതേ, പുഴ ചാടിയിട്ട് ചത്തില്ലെങ്കിൽ ഉണ്ടല്ലോ കയ്യും കാലും ഒടിഞ്ഞ് കിടപ്പിലാവുവേ. താൻ പോയി തന്റെ പണി നോക്കണോ? ആ, നിന്റെ സൗകര്യം പോലെ നീ പോയി ചെയ്യ്. എടാ രാജേഷേ, നീ എവിടെയാടാ? എടാ നീ ഈ പാടത്തിന് ഇങ്ങോട്ട് വാ. ഞാൻ ഈ പാടത്തിനോട് നിൽപ്പുണ്ട്. നീ വരുമ്പോ ഒരു കാര്യം ചെയ്യണേ, ഒരു 2-3 പേരെയും കൂടെ കൂട്ടിക്കോ. ആ, വേഗം വരണം. ഞാൻ പാടത്തിനടുത്തുണ്ട് കേട്ടാ. എന്നാ വിളിച്ചേ? എന്നാ സംഭവം? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ നമ്മുടെ ബെന്നിച്ചൻ അതെ കൈയും കുത്തി നിപ്പുണ്ട് ഈ കമ്പിയില്. ഞാൻ ഇവിടെ എത്തിപ്പോ ഒച്ച കേട്ടു. പിന്നെ നോക്കുമ്പോ ബെന്നിച്ചനെ കാണുന്നില്ല. കണ്ടോ? ചാടുന്ന കണ്ടോ? കണ്ടില്ല, വലിയൊരു ഒച്ച ഞാൻ കേട്ടു വെള്ളത്തിലേക്ക് വീഴുന്ന. എന്നാ ഞാൻ പോലീസിനെ വിളിക്കാം. ഞാൻ അവന്റെ വീട്ടിൽ ഒന്ന് വിളിച്ചു പറയട്ടെ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ചാനലുകാരും പത്രക്കാരെയും ഒന്ന് വിളിക്കാം. എന്താ സംഭവം? ആരാണ് ചാടിയത്? ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു സാറേ. അന്നേരം ബെന്നിച്ചൻ ഇങ്ങനെ കമ്പിയെ പിടിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനോട് വർത്താനം പറഞ്ഞുകൊണ്ട് വരുമ്പോ വലിയൊരു ഒച്ച കേട്ടു. പിന്നെ നോക്കുമ്പോ ഓനെ കാണുന്നില്ല. ഓൻ ചാടുമ്പോ കയറി പിടിക്കണ്ടേ? ഞാൻ അറിഞ്ഞു ഓൻ ചാടാൻ നിൽക്കുന്നതാണെന്ന്. ഞാൻ ഇവരെ പേടിച്ചിട്ട് ഫോൺ വിളിച്ച് വരുത്തിയതാ. ഫയർഫോഴ്സിനെ വിളിച്ചോ? എന്നാ പിന്നെ വിളിക്കേ. പ്രിയ പ്രേക്ഷകരെ, നമ്മളുടെ ചാനൽ മാത്രമാണ് നമ്മുടെ ഈ യുവാവ് പുഴയിൽ ചാടിയ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. ഇവിടെ പോലീസ് നിഷ്ക്രിയമാണ്, അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല. നാട്ടുകാരാണെങ്കിലും നോക്കി നിൽക്കുന്നതല്ലാതെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടതൊന്നും ചെയ്യുന്നില്ല. ഈ പ്രദേശത്തുള്ള ആൾക്കാർ പറയുകയുണ്ടായി, ഇവിടെ ഒരു ചെക്ക് ഡാം വരേണ്ട കാലങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തേക്കുള്ളവർക്ക് കാൽനട യാത്രയ്ക്ക് മാത്രം ഒതുക്കുന്ന ഒരു കമ്പിപ്പാലമാണ് ഉള്ളത്. അതും വളരെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഒരു കമ്പിപ്പാലം മാത്രമാണ്. ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ പരിതാപകരമാണ്. ആ വീട്ടുകാരുടെ കാര്യം വളരെ ദുഷ്കരമാണ്. അവർക്ക് വേണ്ടി ആ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ അധികാരം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ അറിഞ്ഞിട്ടുള്ളത്. അപ്പം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വേദനകളും അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ സാർ ഇവിടെ എന്താണ് നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെയുള്ള പ്രാദേശികമായിട്ട് മുങ്ങൽ വിദഗ്ധരുണ്ടല്ലോ അടുത്ത, നിങ്ങൾ എന്ത് ചെയ്തു? അവരെല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവർ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഒരു SI മാത്രമല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ? അതേസമയം SP എവിടെ? നിങ്ങൾ തന്നെ ഒരു ബറ്റാലിയൻ വരണം. ഒരു അപകടം തീർച്ചയായിട്ടും വരേണ്ടി വരും. വരേണ്ടി വരുമ്പം വരും. നിങ്ങൾ വെറുതെ കയറി നമ്മുടെ പടലിൽ കയറാനാണ് ഉദ്ദേശം വരില്ല. SP വരുന്നുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യം കണ്ടോ? നമ്മളിത് ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ ഇവരൊക്കെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയല്ലാതെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഇവിടെ കാണാനില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും ഒക്കെ അനാസ്ഥയുടെ ഒരു ദുരന്ത ഫലമാണ് ആ ഒരു മനുഷ്യന്റെ ജീവൻ എന്നുള്ളത് ഞങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയുമാണെന്ന് തോന്നുന്നു ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. എപ്പോഴാണ് ചേച്ചി സംഭവം അറിഞ്ഞത്? ഞാനിപ്പോ നിങ്ങളുടെ വാർത്ത കേട്ടപ്പോഴാണ് അറിയുന്നത്. മോളാണോ? ഇത് മോളാ. അപ്പം എപ്പോഴാണ് ബെന്നിച്ചേട്ടൻ പോയത്? ബെന്നിച്ചേട്ടൻ രാവിലെ പോയി പണിക്ക് പോയതാ. എന്നാ പണിയാണ് എടുക്കുന്നത്? പെയിന്റർ. എവിടെയാണ് പണിക്ക് പോയത്? ഉടുപ്പി. എന്താണ് രാവിലെ കഴിച്ചത്? ഒരു കഷ്ണം പുട്ട് കഴിച്ചതേ ഉള്ളൂ. പ്രിയ പ്രേക്ഷകരെ, 2 കുറ്റി പുട്ടും കഴിച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ കുടുംബത്തിന്റെ ഒരു വിഷമം, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ നമ്മുടെ ഈ ചാനൽ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റു ചാനലുകളൊക്കെ എവിടെയാണ് എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. പ്രിയ പ്രേക്ഷകരെ, ഇതാ ഈ സഹോദരി ഇപ്പോൾ കരയുകയാണ്. നിങ്ങൾ ഒന്നും ഓർക്കണം, രാവിലെ 2 കുറ്റി പുട്ടും കഴിച്ചിട്ട് ഇറങ്ങിയ ആ യുവാവിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല.
ഈ ഒരു യുവതി ഇവരിപ്പോൾ വിധവയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ കുട്ടി അനാഥയായിരിക്കുകയാണ്. ആരെ നോക്കും? എന്തായാലും ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇത് ബോഡി കണ്ടെത്തുന്നതോടെ വരെ പൂർണ്ണമായിട്ടും ലൈവ് മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാവും എന്ന് ഉറപ്പുവരികയാണ്. എന്നാടോ നിങ്ങൾ ഇവിടെ കൂടി നിൽക്കുന്നത്? നീ എന്നതിനാണ് ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നത്? നിനക്ക് എന്നാ പറ്റിയേ? ബെന്നിച്ചേട്ടൻ വെള്ളത്തിൽ പോയി എന്ന് വാർത്ത കേട്ടിട്ടാ ഞാൻ ഓടി വരുന്നത്. ആര് വെള്ളത്തിൽ പോയി ഇന്ന്? ഞാനിങ്ങോട്ട് വരുമ്പോ എന്നെ ചേട്ടനെ കമ്പിയെ പിടിച്ചോണ്ട് ഇങ്ങനെ നിപ്പില്ലായിരുന്നോ? പിന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോ വലിയൊരു ഒച്ച ഇങ്ങോട്ടു. എടാ പോയി അതൊരു മരത്തിന്റെ കമ്പ് അവിടെ ഒടിഞ്ഞു വീണ ആ ഒച്ച ഞാനും കേട്ടു. അത് കഴിഞ്ഞ് ആ ഒച്ച കേട്ടു. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഈ സുഹൃത്ത് യുവാവ് പുഴയിൽ പോയ സ്ഥലത്ത് സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു. ബെന്നിയുമായിട്ട് എന്താണ് നിങ്ങളുടെ ബന്ധം, സൗഹൃദം എന്താണ് പറയാനുള്ളത്? എന്റെ സഹോദര, ഈ നിങ്ങൾ മരിച്ചു എന്ന് പറയുന്ന ആ ബെന്നി തന്നെയാണ് ഈ നിൽക്കുന്നത്. അത് ശരി. ഈ വാർത്തക്കാരൊക്കെ എന്താ ഇങ്ങനെ? അതാ എനിക്ക് മനസ്സിലാകാതെ. നമ്മൾക്ക് കിട്ടുന്ന വാർത്ത നമ്മളെ വിളിച്ചു വരുത്തി നമ്മൾ ഇവിടെ വരുമ്പോൾ അറിഞ്ഞതും കേട്ടതും നിങ്ങളുടെ അടുത്ത് നിന്ന് അറിഞ്ഞതുമായ വാർത്തകളാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. അത് ലൈവായിട്ട് പ്രിയ പ്രേക്ഷകരെ, ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൂടി ഞങ്ങൾ ഇവിടെ സംപ്രേഷണം ചെയ്യുകയാണ്. മരിച്ചു എന്ന് പറയുന്ന ബെന്നി ഇതാ ജീവനോടെ ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ വാർത്തയും ബ്രേക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ പോർട്ടൽ ചാനൽ മാത്രമാണ്.